തീർത്ഥാടനത്തിന് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ സർക്കാർ മനഃപൂർവമായിട്ടുള്ള വീഴ്ച വരുത്തിയിരിക്കുകയാണ്. ഈ സീസൺ, ഈ മണ്ഡലകാലം സർക്കാരിന്റെ മനഃപൂർവമായിട്ടുള്ള വീഴ്ചയും ഭക്തജനങ്ങളോടുള്ള അവഹേളനയും കാരണം ഒരു ദുരിത തീർത്ഥാടന കാലഘട്ടമായിട്ട് മാറും എന്ന നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല തീർത്ഥാടനത്തെ ഒരു ദുരിത തീർത്ഥാടനമാക്കാനുള്ള സർക്കാരിന്റെ മനഃപൂർവമായിട്ടുള്ള ശ്രമത്തിനെതിരെ BJP ശക്തമായിട്ട് പ്രതികരിക്കുകയാണ്. സർക്കാരിന് അയ്യപ്പന്റെ തിരുവാഭരണത്തിലും സ്വർണത്തിലുമാണ് കണ്ണ്. അവിടുത്തെ ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ അവിടെ എത്തുന്ന കോടാനുകോടി വിശ്വാസികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിലും പിണറായി വിജയൻ സർക്കാരിന് യാതൊരു താല്പര്യവുമില്ല എന്നതാണ് ഇതിനോടകമുള്ള സർക്കാരിന്റെ നിലപാടുകളിലൂടെ വ്യക്തമാകുന്നത്. ഈ വൃശ്ചികം 1 മുതൽ BJP കേരളത്തിലെയും അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്തുമുള്ള ശബരിമല ഭക്തന്മാരെ നേരിട്ട് കണ്ട് ശബരിമലയോടും ഇവിടത്തെ ക്ഷേത്രങ്ങളോടും കഴിഞ്ഞ 2-3 ദശാബ്ദക്കാലമായിട്ട് കേരളത്തിലെ മുന്നണികൾ, അത് ഇടതുപക്ഷവും വലതുപക്ഷവും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും വച്ചു പുലർത്തി വരുന്ന ഇരട്ടത്താപ്പ്, നടത്തിയ കൊള്ളകൾ, അതുപോലെ തന്നെ അവിടുത്തെ ഇടപെടലുകൾ, ക്ഷേത്രങ്ങൾ നശിപ്പിക്കാനുള്ള പരിപാടികൾ, ഇതിനെയൊക്കെ സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒപ്പുശേഖരണം നടത്തുകയാണ്. ഇത് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് രാജ്യത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടുള്ള ശബരിമലയിൽ ഇവിടത്തെ ഭക്തരോടും ക്ഷേത്രത്തിനോടും വിശ്വാസമില്ലാത്ത ഇടതുപക്ഷ സർക്കാർ തീവ്രവാദികളെയും മറ്റും പ്രോത്സാഹിപ്പിക്കുന്ന വലതുപക്ഷ സർക്കാർ എക്കാലത്തും അതിനെ നശിപ്പിക്കാനുള്ള പ്രവർത്തികളാണ് ചെയ്തിട്ടുള്ളതെന്നും കൊള്ളയടിക്കലാണ് ഇവരുടെ സർക്കാരിന്റെയൊക്കെ ശ്രമം അതിനുവേണ്ടിയായിരുന്നു എന്നും രാജ്യത്തെ അറിയിക്കുക എന്നത് BJPയുടെ ഒരു ദൗത്യമായിട്ട് ഞങ്ങൾ എടുക്കുകയാണ്. അതുകൊണ്ട് ഈ തീർത്ഥാടന കാലയളവിൽ ഞങ്ങൾ കേരളത്തിൽ ശബരിമല ഭക്തന്മാരിൽ നിന്ന് 1 കോടി ഒപ്പ് ശേഖരിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ശബരിമല ഭക്തരുടെ വിഷമവും ദുഃഖവും അവരുടെ ഉത്കണ്ഠയും അറിയിക്കാൻ BJP തീരുമാനിച്ചിരിക്കുന്നു. പിണറായി വിജയൻ ഒരു പുതിയ ദേവസ്വം പ്രസിഡന്റിനെ അവരോധിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ടോ രാഷ്ട്രീയമായിട്ടോ പുതിയ ദേവസ്വം പ്രസിഡന്റിനോട് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. അദ്ദേഹത്തെ അവതരിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ ചെയ്യാൻ ശ്രമിക്കുന്നത് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കണം എന്നാണ് K. ജയകുമാർ സാറിനോട് BJP പറയാനുള്ളത്. അദ്ദേഹം മനസ്സിലാക്കണം, ഒരു കൊള്ളസംഘം മുമ്പിൽ നിർത്തിയിരിക്കുന്ന മനുഷ്യമറയാണ് അദ്ദേഹം എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. ശബരിമലയെ ഇത്രയും കാലം കൊള്ള ചെയ്ത പിണറായി വിജയൻ സർക്കാരും ആ കൊള്ളയെ മൂടിവെക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന മനുഷ്യമറയാണ് K. ജയകുമാർ എന്ന് പറയുന്ന വ്യക്തി. വയസ്സായ കാലത്ത് ജയിലിൽ അകപ്പെട്ടു പോകാതിരിക്കാനുള്ള ശ്രദ്ധ ശ്രീ K. ജയകുമാർ സാറിനുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുക. ഈ കൊള്ള സംഘത്തിന്റെ മുന്നണിയിൽ നിന്നുകൊടുക്കുന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാസു എന്നാൽ പിണറായി വിജയൻ തന്നെയാണ്. അന്വേഷണം വാസുവിലേക്ക് എത്തിയപ്പോൾ തന്നെ കേരളത്തിലുള്ള എല്ലാവർക്കും ബോധ്യമായതാണ് ഇത് പിണറായി വിജയനിലേക്കും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആൾക്കാരിലേക്കുമാണ് ഈ ശബരിമല കൊള്ള എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. അതുകൊണ്ട് വാസുവിനെ മാത്രമല്ല,
ആ കൊള്ള സംഘത്തിലുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നിയമ നടപടിക്ക് വിധേയമാക്കുക എന്നുള്ളതാണ് BJPയുടെ ആവശ്യം. ഈ ആവശ്യം നടപ്പാക്കും എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് BJP കേരളത്തിൽ ഇന്ന് നടക്കുന്ന SITയുടെ അന്വേഷണത്തിന് അതിന് സാധിക്കുമോ എന്നുള്ള ഉത്കണ്ഠയും സംശയവും BJPക്കുണ്ട്. അതുകൊണ്ടാണ് കേന്ദ്ര സംഘം, കേന്ദ്ര ഏജൻസി ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് BJP ആവശ്യപ്പെടുന്നു. കാരണം ഇതൊരു അന്തർ സംസ്ഥാന വിഷയമാണ്. അന്തർ സംസ്ഥാന വിഷയം എന്ന നിലയിൽ അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട, ഭരിക്കുന്ന മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഈ സാഹചര്യത്തിൽ സത്യസന്ധവും സുതാര്യവും നിയമപരവുമായിട്ടുള്ള അന്വേഷണം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള SIT അന്വേഷിച്ചതുകൊണ്ട് ആവില്ല. അത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നുള്ള BJPയുടെ ആവശ്യം ശക്തിപ്പെടുകയാണ് ഈ സമീപകാല സംഭവങ്ങളിലൂടെ പുറത്തുവരുന്ന വസ്തുതകൾ. ദേവസ്വം പ്രസിഡന്റുമാർ അല്ല അവിടുത്തെ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. ദേവസ്വം പ്രസിഡന്റിനെ നിയോഗിക്കുന്ന ഭരണകൂടമാണ് ശബരിമലയിൽ കൊള്ള നടത്തിയിട്ടുള്ളത്. ഇന്ന് ശബരിമലയിൽ തിരുവാഭരണ കൊള്ളയും സ്വർണ്ണക്കൊള്ളയും നടത്തിയിരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട അറിവുണ്ട്. കടകംപള്ളി സുരേന്ദ്രനും അതോടൊപ്പം തന്നെ വാസവനും ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക് ആ കൊള്ളയിൽ പങ്കുണ്ട്. അതുകൊണ്ട് K. ജയകുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക് വ്യക്തിപരമായിട്ട് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ കൊള്ള സംഘത്തിന്റെ കാവലാളായിട്ടോ കൊള്ള സംഘത്തിന്റെ മനുഷ്യ മതിലായിട്ടോ മാത്രമേ ശ്രീ K. ജയകുമാറിന് ശബരിമലയുടെ ദേവസ്വം പ്രസിഡന്റ് എന്ന നിലയിൽ നിൽക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അദ്ദേഹത്തിനോടുള്ള സ്നേഹവും ബഹുമാനവും മനസ്സിൽ വെച്ചുകൊണ്ട് BJP പറയുന്നത് വയസ്സായ കാലത്ത് ഭഗവാന്റെ പേരിൽ ജയിലിൽ പോകാതിരിക്കാൻ ഒരു ശ്രദ്ധ അദ്ദേഹത്തിന് വേണോ. പ്രശാന്തും ഭക്തനായിരുന്നല്ലോ, ഇതിനു മുമ്പുള്ള പ്രശാന്തും ഭക്തനായിരുന്നല്ലോ. അദ്ദേഹം അവിടെ തീർത്ഥം വാങ്ങാറുണ്ടായിരുന്നല്ലോ. തീർത്ഥം വാങ്ങിയിട്ട് പുറകിൽ തുടയ്ക്കാറുണ്ടായിരുന്നില്ലല്ലോ. ശബരിമലയിൽ ദീപാരാധന നടക്കുന്ന സമയത്ത് പ്രശാന്ത് തൊഴാറുണ്ടായിരുന്നില്ല. വാസവൻ കാണിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ കടകപ്പള്ളി കാണിച്ചതുപോലെ ഒന്നും കാണിച്ചിട്ടില്ല. ഒരു ഭക്തൻ ആണ് എന്നുള്ളതല്ല ക്രൈറ്റീരിയ. ഭരണകൂടത്തിന്റെ നോമിനിയായിട്ട് ഭരണകൂടത്തെ ധിക്കരിച്ച് അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവിടുത്തെ കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് വിഷയം. നിയമനം രാഷ്ട്രീയമാണ്. മാറ്റണം, ഭക്തർക്ക് നൽകണം. അതിനുവേണ്ടിയുള്ള ജനകീയ അഭിപ്രായം വരണം, ഭക്തന്മാരുടെ അഭിപ്രായം വരണം. ഇവിടുത്തെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു വിശ്വാസവും ഇല്ലാത്ത ആൾക്കാർക്ക് കയറിയിട്ട് എന്ത് തോന്നിയാസവും കാണിക്കാൻ പറ്റും എന്നുള്ള സാഹചര്യം മാറ്റണം എന്നുള്ളതാണ് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള അഭിപ്രായം. ശബരിമല ഭക്തന്മാരുടെ അഭിപ്രായം അതാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് കേരളത്തിൽ സാധ്യമാകണം. അത് സാധ്യമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് BJP. വ്യക്തിപരമായിട്ട് K. ജയകുമാർ സാറിനെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, ആദരിക്കുന്നു. യാതൊരു സംശയവും. അദ്ദേഹം അത്രയും ഉയർന്ന ഒരു മനുഷ്യനാണ്. നിങ്ങൾ അദ്ദേഹത്തെ എതിർക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ എല്ലാവരും ബഹുമാനിക്കുന്ന മനുഷ്യർ. ഈ മുഖ്യമന്ത്രിയും വാസവനും മുകളിൽ ഇരിക്കും കാലം ക്ഷേത്രത്തെ ധ്വംസിക്കണം, നശിപ്പിക്കണം എന്നുള്ള ആദർശം മുകളിൽ ഇരിക്കും കാലം, അവർ ഭരണാധിപന്മാരായിട്ടിരിക്കും കാലം, ശബരിമലയുടെ ആചാരം ധ്വംസിക്കാൻ വേണ്ടി ആൾക്കാരെ വേഷം കെട്ടിച്ച് കയറ്റിവിട്ട കുടില തന്ത്രശാലികളായിട്ടുള്ള ഭരണകൂടം കേരളത്തിൽ ഇരിക്കും കാലം ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ദേവസ്വം ബന്ധത്തെയോ ഇവിടുത്തെ കൊള്ളയെയോ നിയന്ത്രിക്കാൻ സാധിക്കില്ല. അത് കേരളം ദശാബ്ദങ്ങളായിട്ട് അനുഭവിച്ച ഒരു സത്യം. ആ സത്യം ആർക്കാ നിഷേധിക്കാൻ സാധിക്കുക? BJP നിഷേധിച്ചു എന്നതുകൊണ്ട് കേരളത്തിൽ അത് നിഷേധിക്കപ്പെടും. ഇതൊരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം മാത്രമേ BJP പറയുന്നുള്ളൂ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുടില തന്ത്രത്തിനും കൊള്ളയും മറച്ചുവെക്കാനുള്ള ഒരു മനുഷ്യമല മാത്രമാണ് K. ജയകുമാർ. അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും അദ്ദേഹത്തിന്റെ സംസ്കാരവും അദ്ദേഹത്തിന്റെ ആദർശവും അദ്ദേഹത്തിന്റെ നിയമ സംവിധാനത്തോടുള്ള നിഷ്ഠയും
നടപ്പാക്കാൻ ഈ വാസവന്റെ കീഴിൽ അവിടെ ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സാധിക്കില്ല. രാജിവെക്കേണ്ടത് വാസവനെ രാജിവെപ്പിച്ചിട്ട് കെ ജയകുമാറിനോട് വെച്ചിരുന്നു വെക്കില്ല. പിണറായി വിജയൻ ശബരിമല ഭക്തന്മാരോട് മാപ്പ് പറഞ്ഞിട്ട് കെ ജയകുമാറിനോട് വെച്ചിരുന്നു വെക്കില്ല. നമുക്ക് മറ്റൊരു ചിന്തയ്ക്ക് വകയുണ്ടായി. പിണറായി വിജയൻ ശബരിമലയോട് ഇതുവരെ കാണിച്ച ദ്രോഹത്തിനോട് ഇന്നേ വരെ മാപ്പ് പറഞ്ഞിട്ടില്ല. ഈ കൊള്ളയ്ക്ക് മുഴുവൻ കാർമ്മികത്വം വഹിച്ച വാസവൻ ഇതുവരെ രാജിവെച്ചിട്ടില്ല. ഈ കൊള്ള സംഘത്തിന്റെ തലവന്മാർ തന്നെ മറ്റൊരാളിനെ മുമ്പിൽ നിർത്തുമ്പോൾ അത് കേവലം അഴിമതി മൂടിവെക്കാനും കൊള്ള മൂടിവെക്കാനും വേണ്ടിയുള്ള ഒരു മനുഷ്യമറയാണ് എന്ന് പറഞ്ഞാൽ അതിലെന്താണ് തെറ്റ്? മന്ത്രി വാസവനും പിണറായി വിജയനും നേതൃത്വം നൽകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന അന്വേഷണത്തിൽ ഹൈക്കോടതിയല്ല സുപ്രീം കോടതി ഇടപെട്ടാൽ അതിനൊരു പരിമിതിയുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തിക്കോട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ കേന്ദ്ര ഏജൻസികൾ കൂടെ അന്വേഷിച്ചോട്ടെ. ഭീകരതയ്ക്ക് മതമില്ല, മരിച്ചു വീഴുന്നവന് മതമില്ല. നിങ്ങൾ ഭീകരതയെ കുറിച്ച് BJP പറയുമ്പോൾ അത് മതവർഗീയതയാണ് എന്ന് പറയുന്ന ഈ കേരളം കൊടുക്കുന്ന ആഖ്യാനമാണ് ഭീകരതയുടെ ഹബ്ബായിട്ട് കേരളത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയുന്നത് അത് ശരിയല്ല. ഞാൻ മാനവികതയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. മരിച്ചു വീഴുന്ന നിരപരാധികളുടെ രക്തവും അവരുടെ കരച്ചിലുമാണ് ഞങ്ങളുടെ വിഷയം. ആര് കൊല്ലുന്നു എന്നുള്ളതല്ല, കൊല്ലുന്നത് ഭീകരവാദിയാണ്. ഭീകരവാദിക്ക് മതം കൊടുക്കരുത്, മരിച്ചു വീഴുന്ന മനുഷ്യന് മതം കൊടുക്കരുത്. അത് മാനവികതയ്ക്കെതിരായിട്ടുള്ള ആക്രമണമായിട്ട് നമ്മൾ കാണാം. അതാണ് BJPയുടെ നിലപാട്, അതാണ് നരേന്ദ്രമോദിയുടെ നിലപാട്. അത്രയ്ക്ക് ശക്തമായിട്ടുള്ള നിലപാടെടുത്തത് കൊണ്ടാണ് കഴിഞ്ഞ 11 വർഷത്തിനുള്ളിൽ ഈ രാജ്യത്ത് ഭീകരവാദം ഗണ്യമായിട്ട് കുറഞ്ഞത്, ഭീകരവാദികളെ ഉന്മൂലനം ചെയ്തത്. ആ സമീപനത്തിനിടയിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് ഭീകരവാദി ഏത് മതക്കാരനാവട്ടെ അവൻ മാനവീയതയ്ക്കും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും എതിരാണ്. അവനെതിരെ ശബ്ദിക്കാൻ തയ്യാറാവും. അങ്ങനെയുള്ള ഒരു സംസ്കാരം കേരളത്തിൽ ഉയർന്നു വരാനാണ് BJP ആഗ്രഹിക്കുന്നത്. തിരുവനന്തപുരത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോ ഇടതും വലതും അപ്രസക്തമായില്ലേ? ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടുകൂടി ഈ അനന്തപുരിയിലെ 10 ലക്ഷം വരുന്ന ജനതയും അവരെ ഉൾക്കൊണ്ടില്ലേ? ഇത്രയും ജനകീയരായിട്ടുള്ള, കഴിവുറ്റ, മികവുറ്റ, പരിചയസമ്പന്നരായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് സാധിച്ചോ ഇടതുപക്ഷത്തിന് സാധിച്ചോ? ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അനന്തപുരി ആഗ്രഹിക്കുന്ന ഒരു നേതൃത്വത്തെ അനന്തപുരിയിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ BJPയുടെയും NDAയുടെയും സ്ഥാനാർത്ഥി പട്ടിക ഒന്നുകൊണ്ട് തന്നെ സാധിച്ചു. അതുകൊണ്ട് ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. R. ശ്രീലേഖയാണ് ഇപ്പോ ശിവൻകുട്ടിയുടെയും AKG സെന്ററിലെയും KPCC ഓഫീസിലെയും ചർച്ചാ വിഷയം. സന്തോഷമുണ്ട്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ തന്നെ ഓരോരുത്തർക്ക് വിഭ്രാന്തി തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ ലക്ഷണമല്ലേ? അപ്പൊ അതൊക്കെ ഇനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. R. ശ്രീലേഖ മത്സരിക്കുന്നത് വികസിത അനന്തപുരിക്ക് വേണ്ടിയാണ്. അനന്തപുരിയെ ഒരു ആഗോളതലത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു നഗരമാക്കി മാറ്റുക, ഇന്ത്യയിലെ നമ്പർ 1 നഗരമാക്കി മാറ്റുക. അതാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യം വെക്കുന്നത്. അതിന് നേതൃത്വം നൽകാൻ പറ്റുന്ന ഏറ്റവും പ്രബലന്മാരായിട്ടുള്ള ഒരു ടീമിനെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്നത്. ആ ലക്ഷ്യവുമായിട്ടാണ് ശ്രീമതി R. ശ്രീലേഖ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അത് തിരുവനന്തപുരത്ത് വലിയ ഒരു ചലനം സൃഷ്ടിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ ഒരു വലിയ ചലനം സൃഷ്ടിച്ചു കഴിഞ്ഞു. അതിന്റെ അങ്കലാപ്പ് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഉണ്ടായ ഉത്തരവാദി ഞങ്ങളല്ലല്ലോ.